തിരുവനന്തപുരം കഠിനംകുളത്തെ ബാറിൽ നിന്നും മോഷണം നടത്തിയ കേസിൽ ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിലായി. ബാർ ജീവനക്കാരൻ കൂടിയായിരുന്ന പശ്ചിമ ബംഗാൾ സ്വദേശി സൽമാൻ മുണ്ടയാണ് പിടിയിലായത്. കവർച്ചയ്ക്ക് ശേഷം പ്രതി പശ്ചിമ ബംഗാളിലേക്ക് രക്ഷപ്പെട്ട് ഒളിവിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ 17-ാം തീയതിയാണ് ബാറിലെ മാനേജറുടെ ക്യാബിനിൽ സൂക്ഷിച്ചിരുന്ന 2,30,000 രൂപ മോഷണം പോയത്. പുലർച്ചെ ബാറിലെത്തിയ പ്രതി ഹോട്ടലിലെ സെക്യൂരിറ്റി ക്യാബിനിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ കൈക്കലാക്കി. തുടർന്ന് ബാറിനുള്ളിൽ കയറി പണം കൈക്കലാക്കിയ ശേഷം താക്കോലുകൾ യഥാസ്ഥാനത്ത് തിരിച്ചുവെച്ച ശേഷമാണ് മടങ്ങിയത്. ഹോട്ടൽ ജീവനക്കാർ രാവിലെ ബാർ തുറന്നപ്പോഴാണ് പണം കവർച്ച ചെയ്തത് മനസ്സിലാക്കിയത്. തുടർന്ന് കഠിനംകുളം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. CCTV ദൃശ്യങ്ങളടക്കം ലഭ്യമായിരുന്നെങ്കിലും പ്രതിയുടെ ലൊക്കേഷൻ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇയാളുടെ പെൺസുഹൃത്തിനെ വിളിച്ചപ്പോഴാണ് ഇയാൾ പശ്ചിമ ബംഗാളിൽ ഉണ്ടെന്ന വിവരം ലഭ്യമായത്. തുടർന്ന് ദിവസങ്ങളോളം പശ്ചിമ ബംഗാളിൽ തങ്ങിയാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. മോഷണശേഷം തമിഴ്നാട് തിരുപ്പൂർ ചെന്നൈ വഴിയാണ് ഇയാൾ സ്വദേശമായ വെസ്റ്റ് ബംഗാളിലെ ജയ്പാൽഗുരിയിലേക്ക് പോയത്. തിരുവനന്തപുരം റൂറൽ SP KS സുദർശന്റെ നിർദ്ദേശാനുസരണം ആറ്റിങ്ങൽ DYSP മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.